മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗം, അദ്ദേഹം അങ്ങനെ ഈ വരികൾക്കിടയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. അവർക്കുള്ള ഒരു ആയുധം കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യഥാർത്ഥ സേവകൻ എന്ന് പറയുന്നത് അഹങ്കാരിയാകരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ചില പ്രവണതകൾ കണ്ടു. അത് ഈ ഡെക്കോറം സാധൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാര്യമല്ല. ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അത് ശരിക്കും RSSന് അതൃപ്തിയുണ്ട് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ പ്രവർത്തനങ്ങളിൽ. അതുപോലെ തന്നെ മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടതിൻ്റെ രീതികളെക്കുറിച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു ഏകാധിപത്യ മനോഭാവം, പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നത്, ഇതെല്ലാം വന്നിട്ടുണ്ട് മോഹൻ ഭാഗവതിൻ്റെ RSS മേധാവിയുടെ ഈ പ്രസംഗത്തിൽ. ഇനി നിങ്ങൾ പറയുകയാണ് അല്ല, അത് മോദിയെ അല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ഓർഗനൈസറിൽ ലേഖനവും വന്നിട്ടുണ്ട്. മഞ്ജുഷേ, ഇവിടെ നാഗ്പൂരിൽ ഈ സംഘകാര്യകർത്താക്കളുടെ തൃതീയ വർഷ ശിബിരത്തിൻ്റെ സമാപനത്തിലാണ് പൂജനീയ സർസംഘചാലക് ഈ സ്പീച്ച് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയാണ്. 100% അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഡെക്കോറം നഷ്ടപ്പെട്ടു, ആ ഒരു ജനാധിപത്യത്തിൻ്റെതായ ആ മൂല്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിൻ്റെ അത് ഇനിയും അതിലേക്ക് കടന്നു ചെന്നാൽ എങ്ങനെയാണത് തുടങ്ങിയത്? ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തെ ഒരു യുദ്ധമാക്കി മാറ്റിയത് ആരാണ്? അല്ല, അത് ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആത്മവിമർശനമല്ലേ കൂടുതൽ നല്ലത്? അല്ല ഷാബു പ്രസാദ്, അതിൽ ഇപ്പോൾ ഈ സർസംഘചാലക് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ പ്രതിപക്ഷം ഈ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം പോകുമ്പോൾ താങ്കൾ അതല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് സർസംഘചാലക്, പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളെപ്പറ്റിയുമാണ് പറയുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഈ ഇവിടെ BJPയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോടോ മാത്രമല്ല ഉത്തരവാദിത്വമുള്ളത്. ഈ മഹാരാജ്യത്തോടാണ് അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, RSSന്റെ കമ്മിറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ അവിടെ ഒരു സംഘടനയും മാത്രം പോയിന്റ് ഔട്ട് ചെയ്തല്ല പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിശാലമായ അർത്ഥത്തിൽ വേണം നമ്മളതിനെ കാണാൻ. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധമാക്കി മാറ്റി അതിനെ ഒരു ശത്രുതയിലേക്കും നിതാന്ത ശത്രുതയിലേക്കും നയിച്ച് ഈ സമൂഹത്തിൽ ഭീകരമായ രീതിയിൽ അരക്ഷിതാവസ്ഥ പടർത്താൻ ശ്രമിച്ചത് ആരായിരുന്നു വെച്ചാൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. ഞാൻ അതിനകത്ത് ഒരു സെന്റൻസ് വായിക്കട്ടെ. അത് മലയാളത്തിൽ അദ്ദേഹം ഹിന്ദിയിൽ പ്രസംഗിച്ചതിന്റെ മലയാള പരിഭാഷയുടെ ഒരു സെന്റൻസ് വായിച്ചാൽ ആരാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന കാര്യം മനസ്സിലാകുമെന്ന് തോന്നുന്നു. പ്രതിപക്ഷം ശത്രുപക്ഷമല്ല. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മര്യാദകൾ താനേ പാലിക്കപ്പെടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായില്ല. ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാചകമാണ്. അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏത് പക്ഷത്തെയാണ്? അതെ നിങ്ങൾ ഈ പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർലമെന്റിലും അസംബ്ലിയിലെയും മാത്രം അതല്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പോസിറ്റ് നിന്ന് എനിക്കെതിരെ അഭിപ്രായം പറയുന്നവൻ എൻ്റെ പ്രതിപക്ഷമാണ്. ഇപ്പോൾ ഇവിടെ ഒരുപക്ഷെ സേനാപതി വേണു എൻ്റെ പ്രതിപക്ഷമാണ്, ഞാൻ സേനാപതി വേണുവിൻ്റെ പ്രതിപക്ഷമാണ്. അങ്ങനെ രണ്ട് പക്ഷങ്ങൾ എന്നും ഇവിടെ ഉണ്ടാകും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ലോകത്ത്. ആ പ്രതിപക്ഷത്തിനെയും ഇവിടെ സേനാപതി വേണു ഇവിടെ അഭിപ്രായം പറയും. ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. ആ അഭിപ്രായത്തെയും ഞാൻ കേൾക്കണം, അത് മാനിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് മഞ്ജുഷേ. അതേപോലെ തിരിച്ചും. അല്ലാതെ നിങ്ങൾ ഈ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പം വേറൊരു ആ വാക്കല്ല അവിടുത്തെ പ്രധാനം. അതായത് ഒന്നാമത്തെ കാര്യം, RSS അഭിപ്രായം പറയുമ്പോൾ RSS
അത് ഈ രാഷ്ട്രീയ അർത്ഥത്തിലല്ല RSS അഭിപ്രായം പറയുന്നതും അതിനെ അങ്ങനെ അല്ല കണക്കാക്കേണ്ടതും. പക്ഷെ നമ്മുടെ ഈ സാമ്പ്രദായികമായിട്ടുള്ള ചില സംഘടനാ ബോധ്യങ്ങളുണ്ട്. ആ സംഘടനാ ബോധ്യങ്ങൾക്കും വഴങ്ങുന്നതല്ല RSS എന്ന് പറയുന്ന സംഘടന, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ അൾട്ടിമേറ്റ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ നടക്കുന്ന എന്ത് കാര്യവും അതൊക്കെ ശരിയാണ്. അത് മാത്രമല്ല അങ്ങനെ രാഷ്ട്രീയത്തിൽ അവർ ഇടപെടാറില്ല. വളരെ വളരെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും RSS നേരിട്ട് ഇടപെടാറില്ല. ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ 1973-77 ആ കാലഘട്ടത്തിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ളതല്ലാതെ RSS അങ്ങനെ ഇടപെടാറില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിട്ട് ഇടപെടാറില്ല. അവരങ്ങനെ വിസിബിൾ ആയിരിക്കുകയില്ല. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മോഹൻ ഭഗവത് സർസംഘ് ചാലക് പറയുകയാണ്. അതുമാത്രമല്ല അതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ രക്തൻ ശാരദയുടെ ലേഖനം വന്നിട്ടുണ്ട് ഓർഗനൈസറിൽ. അതിൽ പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ BJPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ JP നഡ്ഡ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നല്ലോ പ്രചാരണ സമയത്ത്. BJP വളർന്നു കഴിഞ്ഞു, RSSന്റെ ആവശ്യം ഇല്ല എന്നുള്ള ആ രീതിയിലുള്ളൊരു പ്രസംഗമുണ്ടായിരുന്നു. അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ലേഖനം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ ഉദ്ദേശ്യം എന്താണ് എന്നുള്ള കാര്യം, തിരുത്തൽ അത് ആവശ്യമാണ് എന്നുള്ള ആ ഒരു ഉദ്ദേശ്യമല്ലേ ഈ RSSന്റെ ഈ നിലപാടിലുള്ളത്? അതുകൊണ്ടാണ് അതിന് പ്രതിപക്ഷത്തിനൊരു ആയുധമാവുന്നത്. പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് RSSും ഇപ്പോൾ പറയുന്നതെന്നാണ്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിന് RSSനോട് ഇപ്പോൾ പെട്ടെന്നൊരു സ്നേഹം വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അക്കാര്യം നന്നായി. കാര്യം ഇവിടെ നരാധവന്മാർ, ഉത്തരവാദിത്വമില്ലാത്തവർ, വർഗീയ ഭ്രാന്തന്മാർ എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇന്ന് ഇപ്പം കണ്ടില്ലേ RSS ഞങ്ങൾ പറയുന്നത് തന്നെ പറയുന്നു എന്ന് പറഞ്ഞ് RSSനോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ ഓർഗനൈസർ ഇപ്പം രത്തൻ ശാരദ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിൻ്റെ അകത്ത് എഴുതി. ഓർഗനൈസറും കേസരിയും ജന്മഭൂമി എല്ലാ പ്രസിദ്ധീകരണങ്ങളും എല്ലാ അഭിപ്രായങ്ങൾക്കും സ്ഥാനം കൊടുക്കുന്നവരാണ്. രത്തൻ ശാരദയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഓർഗനൈസറിൻ്റെ അകത്ത് വരുന്നതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? അത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ലോകമല്ലേ ഇത്. അത് അതിന് നിങ്ങൾ അങ്ങനെ എടുത്താൽ മോഹൻ ഭഗവതിന് RSS സർസംഘ് ചാലകിന്റെ പ്രസംഗവും ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ഈ ലേഖനവും ഇതൊന്നും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നല്ല. കേന്ദ്ര സർക്കാരിനുള്ള ഒരു തിരുത്തല്ല. ഇങ്ങനെയുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചതല്ല RSS, അല്ലെങ്കിൽ RSSന് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതല്ല. അതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതാണല്ലോ അല്ലേ? താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ ഒരു രത്നച്ചുരുക്കം അതാണല്ലോ. മഞ്ജുഷേ ഒരു കാര്യമുണ്ട്. മോഹൻ ഭഗവത്ജിക്ക് നരേന്ദ്രമോദിയെ തിരുത്തണമെന്നോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നോ ഉണ്ടെങ്കിൽ അതിന് ഒരു പബ്ലിക് മീറ്റിംഗിന്റെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസറിൽ കൂടെ ഒരു ലേഖനത്തിന്റെയോ ആവശ്യമില്ല. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഡെപ്ത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. സംസാരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. നേരിട്ട് പറയുവാൻ പറ്റും. സുഖമായിട്ട് അത് കാര്യം അത്രത്തോളം ആഴത്തിലുള്ള ബന്ധമുള്ളവരാണ് ഇവരൊക്കെ. നരേന്ദ്രമോദി എന്ന് പറയുന്നത് RSSൽ നിന്ന് അദ്ദേഹം RSS പ്രചാരകനാണ് സാർ. കഴിഞ്ഞ 1970 മുതൽ കഴിഞ്ഞ ഏതാണ്ട് 54 വർഷമായി നരേന്ദ്രമോദി RSSന്റെ പ്രചാരകനാണ്. RSS BJPയിലേക്ക് വിട്ടുകൊടുത്ത RSSന്റെ വരിഷ്ഠ പ്രചാരകനാണ് നരേന്ദ്രമോദി. അതേപോലെ തന്നെ മോഹൻ ഭഗവത്ജിയും ഇവരൊക്കെ ഒരേ കാലത്ത് സംഘപ്രവർത്തനം തുടങ്ങിയവരാണ്. ഒരേ സമയത്ത് അങ്ങനെ വർക്ക് ചെയ്ത് വന്നവരാണ്. അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന അത്രത്തോളം ആഴമേറിയതാണ്. ആ മോഹൻ ഭഗവത്ജിക്ക് നരേന്ദ്രമോദിയോടൊരു കാര്യം പറയാൻ RSSന്റെ സംഘത്തിന്റെ ഈ തൃതീയ വർഷ സംഘശിക്ഷാ വർഗിന്റെ സമാപന വേദിയുടെ ആവശ്യം വേണ്ട. ശരി, ഞാൻ ഇപ്പോൾ